ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം ഓഫറുകളുടെയും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം. ഈ ഓഫറുകൾ മെയ് 31 വരെ മാത്രം. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ 2022-23 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച ജലസംഭരണിയുടെയും അനുബന്ധ സൗകര്യങ്ങളുടെയും നിർമ്മാണോദ്ഘാടനം മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. 4 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ഇതിനായി അനുവദിച്ചിട്ടുള്ളത്. 100 വർഷത്തോടടുക്കുന്ന സൗത്ത് ഏഷ്യയിലെ തന്നെ അറിയപ്പെടുന്ന ഈ ഗവേഷണ കേന്ദ്രത്തിനുള്ള 100ാം പിറന്നാൾ സമ്മാനമാണ് ജലസംഭരണിയെന്ന് പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. നമ്മുടെ പട്ടാമ്പിക്കൊക്കെ തന്നെ അഭിമാനമായിട്ടുള്ള, കേരളത്തിന് മാത്രമല്ല ഇന്ത്യക്ക് തന്നെ അഭിമാനമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് 100 വർഷത്തിലേക്ക് കടക്കുന്ന 1927 ആരംഭിച്ച ഈ സ്ഥാപനം. ഇനങ്ങൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നെല്ല് ഇന്ന് ലോകത്ത് തന്നെ അറിയപ്പെടുന്ന, സൗത്ത് ഏഷ്യയിൽ ആദ്യമായിട്ട് ഹൈബ്രിഡ് നെല്ല് വിത്തനങ്ങൾ ഉണ്ടാക്കിയ ഒരു സ്ഥാപനം കൂടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ പ്രശസ്തമായ ഈ സ്ഥാപനം പണ്ട് ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഉണ്ടാക്കിയ ഇറിഗേഷൻ സംവിധാനം തന്നെയാണ് ഇപ്പോഴും അത് ഉപയോഗിക്കുന്നത്. പക്ഷെ കാലാവസ്ഥ വ്യതിയാനം ഇറിഗേഷൻ പദ്ധതികൾ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഇവിടുത്തെ റിസർച്ച്, ഗവേഷണ കാര്യങ്ങൾക്കൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഒരു ജലസംഭരണി, ഒരു അത്യാവശ്യം വെള്ളം ഇവിടെ സംഭരിക്കാൻ കഴിയുന്ന സംവിധാനം ഉണ്ടാവുകയാണെങ്കിൽ ഇത് റിസർച്ചിന് ഏറെ പ്രയോജനപ്പെടും. പരിസരത്തുള്ള ആളുകൾക്കൊക്കെ തന്നെ കുടിവെള്ളം അടക്കമുള്ള ഗുണം ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ 4 കോടി രൂപ സംസ്ഥാന ബഡ്ജറ്റിൽ ഇതിനുവേണ്ടി വകയിരുത്തിയിരുന്നു. ആ 4 കോടി രൂപയുടെ മറ്റെല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് അതിന്റെ നിർമ്മാണമാണ് ഇന്ന് ആരംഭിക്കുന്നത്. ഗുണമേന്മയുള്ള നെൽവിത്തുകൾക്കും പച്ചക്കറി വിത്തുകൾക്കും നടീൽ വസ്തുക്കൾക്കും കേരളത്തിലെയും തൊട്ടയൽപക്ക സംസ്ഥാനങ്ങളിലെയും കൃഷിക്കാർ ആശ്രയിച്ചു വരുന്ന സ്ഥാപനമാണിത്. എന്നാൽ ശരിയായ ജലസേചന സൗകര്യമില്ലാത്തത് ഫാമിന്റെ സുഗമമായ നടത്തിപ്പിന് വിഘാതമാകുമെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിർദ്ദേശം ബജറ്റിൽ അവതരിപ്പിച്ചതും അനുമതി ലഭിച്ചതെന്നും മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. ഇറിഗേഷൻ വകുപ്പിന് കീഴിലെ KIIDCക്കാണ് നിർമ്മാണ ചുമതല നൽകിയിട്ടുള്ളത്. ജലസംഭരണിയുടെ ശരാശരി വിസ്തീർണം 9228 ചതുരശ്രീ മീറ്ററും വ്യാപ്തി 92,880 മീറ്ററുമാണ്. 115 മീറ്റർ നീളത്തിലും 84 മീറ്റർ വീതിയിലും നിർമ്മിക്കുന്ന സംഭരണിയുടെ ആഴം 10 മീറ്ററും സംഭരണശേഷി 29,878.53 ക്യൂബിക് മീറ്ററുമാണ്. ജലസേചനത്തിനായി ഓവർ ഹെഡ് ടാങ്കും അനുബന്ധ സൗകര്യങ്ങളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പിംഗ്, പൂന്തോട്ടങ്ങൾ എന്നിവ നിർമ്മിച്ച് മനോഹരമായ ജലസംഭരണിയായാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. പട്ടാമ്പി മുനിസിപ്പൽ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. കേന്ദ്രം അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ P. രാജി, KIIDC മാനേജിംഗ് ഡയറക്ടർ ജമാലുദ്ദീൻ, കൗൺസിലർമാരായ വിജയകുമാർ, സംഗീത, മോഹനൻ, പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ P. സുമയ്യ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു.